ഹായ്, ക്രിസ്മസ് ഒക്കെ ഇങ്ങെത്താനായില്ലേ? അപ്പോൾ നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കി വെക്കാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ട് 1 കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ നട്ട്സുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ജാതിക്കേൻ്റെ പൊടിയും കുറച്ച് പട്ടേൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതിനുശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് മുന്നേ ആയിട്ട് നമുക്ക് പഞ്ചസാരയൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കുക. അതിനുശേഷം ലോയിലേക്ക് വെച്ച് ഈ ഒരു കളറാകുമ്പോൾ അതിലേക്ക് 1 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് തണിയാൻ വേണ്ടി മാറ്റി വെക്കുക. അടുത്തത് ഒരു അരിപ്പയിലേക്ക് മൈദപ്പൊടി, പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ, പിന്നെ പട്ടേൻ്റെ പൊടിയും ജാതിക്കയുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അരിച്ച് മാറ്റി വെക്കുക. പിന്നെ ഒരു ബൗളിലേക്ക് ബട്ടർ, പഞ്ചസാര അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് 2 കോഴിമുട്ട, കുറച്ച് വാനില എസൻസ് അതും ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കാരമൽ ചെയ്ത് വെച്ച ഷുഗർ സിറപ്പില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പൊടി ഇട്ട് കൊടുക്കുക. പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ആക്കി വെച്ച ഓറഞ്ചിൻ്റെ ആയൊരു ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ ട്രേയിലേക്ക് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് ഓവനിലോ അല്ലെങ്കിൽ കുക്കറിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ബേക്ക് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 55 മിനിറ്റ് വേണ്ടി വന്നിട്ടുണ്ട് ഇത് ബേക്കായി വരാൻ. അപ്പോൾ ഇത് അതിന് ശേഷം ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. പിറ്റേത്തെ ദിവസം വരെ വെക്കാനുള്ളൊരു ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അപ്പം തന്നെ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റ് നന്നായിട്ട് മാറ്റം തന്നെയായിരുന്നു. പറ്റുവാണെങ്കിൽ ഒരു ദിവസം വെച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ മെഷർമെൻ്റ് ഒക്കെ താഴെ കമൻ്റായിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്.